ഇന്ത്യയിൽ ഏറ്റവും അധികം വയോജനങ്ങളുള്ള സംസ്ഥാനമായ കേരളം പ്രായമായവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുന്നതിൽ ഏറെ പിന്നിലെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. 90 വയസ്സുള്ള വയോധികർ വരെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ആശങ്കാജനകമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ബജറ്റിന്റെ 20% വയോജനങ്ങൾക്കായി മാറ്റിവച്ചിട്ട് പോലും സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതായി ആക്ഷേപമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പകൽ വീടുകൾ സജീവമാക്കണമെന്നും വയോജന സംരക്ഷണം സ്കൂൾ സിലബസിൽ നിർബന്ധമാക്കണമെന്നും വയോജന കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഉയർന്ന ആയുർദൈർഘ്യവും മികച്ച ആരോഗ്യ സൂചികയും കേരളത്തിന് അഭിമാനമെങ്കിലും കൈപിടിച്ചു നടത്തിയവരെ ചേർത്ത് നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. ധനികനായാലും ദരിദ്രനായാലും പ്രായമായവർ നേരിടുന്ന ഏറ്റവും വലിയ വേദന ഒറ്റപ്പെടൽ തന്നെയാണ്. ഒറ്റപ്പെട്ട് കഴിയുന്നവരും വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരും നമ്മുടെ നാട്ടിൽ 10% താഴെ മാത്രമാണുള്ളത്. നമ്മുടെ വയോജനങ്ങളിൽ ബഹുഭൂരിഭാഗവും ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം വീടുകളിൽ കഴിയുന്നവരാണ്. അതിനർത്ഥം അവർ ജീവിത സായാഹ്നത്തിൽ സന്തുഷ്ടർ എന്നല്ല. കുടുംബത്തോടൊപ്പം കഴിയുമ്പോഴും നേരിടുന്ന അവഗണനയും ഒറ്റപ്പെടലും ഭയാനകരമെന്നാണ് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. Elderly committing suicide in Kerala is a very, very sad situation. In fact, I remember one of the case where the older man was close to 90 years. A 90-year man committing a suicide in Kerala means we should look into that. What is the reason? How we can avoid them? And he would have lived 2 more years, but he wanted to commit at that age, not like the senior citizen committing suicide. I think this is a very serious thing. We should look at it. ബന്ധുക്കൾക്ക് കഴിയാതെ വരുമ്പോഴാണ് വയോജന സംരക്ഷണം ഭരണകൂടം ഏറ്റെടുക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനും ആവശ്യം വേണ്ട ചികിത്സയും സൗജന്യമായി നൽകുന്നതിലൂടെ തീരുന്നതല്ല വയോജനങ്ങൾ നേരിടുന്ന ദുരിതം. ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നത് ഈ വലിയ മൾട്ടി സ്റ്റോറിയുടെ ഫ്ലാറ്റ്സിൽ താമസിക്കുന്ന ആളുകളാണ്. അതേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട മറ്റുള്ള ആളുകളുമായിട്ട് അവർക്ക് മിങ്കിൾ ചെയ്ത് താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ പകൽ വീട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികളെ വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഓരോ വീടിനും തന്നിട്ടുള്ള സംഭാവനകളെ സംബന്ധിച്ച് അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം. ഒരു കമ്മീഷൻ സ്ഥാപിച്ചതുകൊണ്ടോ വകുപ്പ് രൂപീകരിച്ചതുകൊണ്ടോ വയോജനങ്ങൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ അത്ര വേഗത്തിൽ പരിഹരിക്കാനാകില്ല. ബജറ്റിന്റെ 20% വിവിധ മേഖലകളിലൂടെ വയോജനങ്ങൾക്കായി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഫലവത്താക്കാനോ പ്രായോഗികമാക്കാനോ കഴിയുന്നില്ല. എന്തിനേറെ വയോജനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യ മാനസിക തലങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി കാര്യക്ഷമമായ ഒരു പഠനമോ സർവേയോ പോലും ഇതുവരെ നടത്താനായിട്ടില്ല. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.